എന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സ്വന്തം കലാകാരിയുടെ വളരെ മനോഹരമായ ഒരു സിനി സ്റ്റൈൽ ഡാൻസിലേക്ക് ഒരു കൊട പൊളിച്ചപ്പോ തുള്ളിക്കളിക്കുന്ന കുഞ്ഞുപുഴു കൊണ്ടക്കകത്തുള്ള പുഴു. എല്ലാവരും കൂടുതൽ കൈയ്യടി. തലയില് വീണത് രക്ഷയായി. വൈദ്യൻ എന്ത് പറഞ്ഞു? വെള്ളം നനയാൻ പാടില്ലെന്ന്, സൂക്ഷിച്ചില്ലെങ്കിൽ പയക്കെന്ന് പറഞ്ഞു. നമ്മളെ തലേന്ന് ചക്കപ്പായ ചെല്ലപ്പൻ ചേട്ടാ ചായക്കടയിൽ എന്തുണ്ടു തിന്നാൻ, ഉച്ചക്കത്തെ ചോറും ചാറും ഉരുട്ടി. ഇതൊക്കെ എന്ത്? ഇതെന്ത് മറിമായും? എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ഇതാക്കാണ്ട് ദുബായ് പാപ്പിനോട് ഞാനിതാ എത്തിയിരിക്കുന്നു. അപ്പൊ മറ്റന്നാൾ തൊട്ട് അടിപൊളി ലൈവ് മ്യൂസിക്കും വീതിയുണ്ടേ. ഇനി തമ്മില് കാണൂന്ന് പറഞ്ഞപ്പോ ഇങ്ങനെയാവൂന്ന് ഞാൻ കരുതിയില്ല. ഒന്നിച്ച് കൂടാം. അപ്പൊ അന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് ഒന്ന് നോക്കാം. നല്ല മുയൽ വരട്ടിയതുണ്ട്, അതുപോലെ ബോട്ടി ഫ്രൈ ഉണ്ട്, ചക്കപ്പുഴുക്കുണ്ട്, കള്ളപ്പുണ്ട്, ചേമ്പ് ഒഴുകി. സത്യത്തിൽ എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാൻ പാടില്ല എന്നിട്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കും. അച്ഛന് ബോധമില്ല. അത് കുഞ്ഞിന് ഇപ്പഴേ മനസ്സിലായത്. ബോധമില്ലാത്ത മനുഷ്യന്ന് എനിക്ക് നേരത്തെ അറിയാം. സുന്ദരനോ സൂര്യനോ ഇന്ദിരനോ നിൻ ചന്ദ്രനോ. ഞങ്ങൾ എത്ര വിളിച്ചിട്ടും അമ്മ അമേരിക്കയിലേക്ക് വരാൻ തയ്യാറാവുന്ന. അതെന്താ അമ്മ അങ്ങനെ? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. കിട്ടും അറിയോ? വാ കാണാം. ഒരു കൊട പൊളിച്ചപ്പോ തുള്ളിക്കളിക്കുന്ന കുഞ്ഞുപുഴു കൊണ്ടക്കകത്തുള്ള പുഴുക്കളങ്ങനെ കളികളായി, ചിരികളായി, വിളികളായി. ഓ ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷു